കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് ബുക്കിൽ ഇടം കിട്ടാൻ വേണ്ടി 12,000 കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം പ്രശസ്ത നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടന്നത് നമ്മൾ കണ്ടു. അതിൽ അവിടെ 6:30 മണിയോടുകൂടി അവിടെ ടെമ്പററി സ്റ്റേജിലിരുന്ന ഉമാ തോമസ് MLA ആ സ്റ്റേജിൽ നിന്ന് താഴെ വീണു. അവർ അബോധാവസ്ഥയിലായി, ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. ആ സ്റ്റേജിന് ഒരു GCDA അവിടെ ഒരു വിങ് ഉണ്ട്, എൻജിനീയറിംഗ് വിങ് ഉണ്ട്. അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം GCDA ചെയർമാനെ ഇത് ന്യായീകരിച്ച് ഒക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. എന്തായാലും ഈ ഒരു സംഭവം ഒരാളുടെ ജീവൻ അപകടത്തിലാക്കുക തന്നെ അല്ല, അവിടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പങ്കെടുത്ത 12,000 ഡാൻസ് പഠിച്ച കുട്ടികളിൽ നിന്ന് 2,000 രൂപ പ്രവേശന ഫീസും 1,600 രൂപ ഡ്രസ്സിനും ചേർത്ത് 3,600 രൂപ വാങ്ങിച്ചു. 3,600 ഗുണം 12,000. അതുകൂടാതെ ചില ആൾക്കാരിൽ നിന്ന് 4,000-ഉം 5,000-ഉം വാങ്ങിച്ചിട്ടുണ്ട്. അതിന് പരാതികൾ വേറെയുണ്ട്. 390 രൂപയുടെ സാരി 1,600 രൂപയ്ക്ക് സംഘാടകരെ വിറ്റു. അതുപോലെ തന്നെ ആ ഗാലറി ഇരിക്കണമെങ്കിൽ 140 രൂപ കൊടുക്കണം. ഗാലറിക്ക് താഴെ ഇരിക്കണമെങ്കിൽ 300 രൂപ കൊടുക്കണം. ഏകദേശം 15,000-ലധികം ആൾക്കാർ കാഴ്ചക്കാരായിട്ട് വന്നിട്ടുണ്ട്. മൊത്തം 8-10 കോടി രൂപയുടെ ഒഴുക്കാണ് അവിടെ ഉണ്ടായത്. ഇതിൻ്റെ സംഘാടകരെ, ചില ആൾക്കാരെ, ആ പന്തൽ പണിതവരെ, ടെമ്പററി ഷെഡ് പണിത് അല്ലെങ്കിൽ സ്റ്റേജ് പണിതവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഇതിൻ്റെ പിന്നാമ്പുറത്ത് ദിവ്യ ഉണ്ണി മാത്രമല്ല, അവരുടെ കൂടെയുള്ള ഒരു പറ്റം ആൾക്കാർ അവരെ പ്രതിയാക്കി കേസെടുക്കണം. ഈ പണം ആര് കൊണ്ടുപോയി എങ്ങോട്ടൊഴുകി എന്ന് കണ്ടുപിടിക്കണം. കാരണം കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു അനുവാദം വാങ്ങിച്ചിട്ടില്ല. ഇവിടെ അവർക്ക് ടാക്സ് കിട്ടേണ്ടതാണ്, അതും കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതും കുറ്റകരമാണ്. അതുപോലെ തന്നെ PWDയുടെ വിങ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർ ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈ അവരുടെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഏജൻസികൾ പലരും കണ്ണടച്ച് കളഞ്ഞത്? കാരണം പോലീസുണ്ട്, അവിടെ PWD ഉണ്ട്, GCDA ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ അവിടുത്തെ ഈ ഒരു കാര്യത്തിൽ എന്തായിരുന്നു റോള്? അവർക്ക് ആരനുമതി കൊടുത്തു? ഈ സ്റ്റേജിൻ്റെ ഈ ഓർഗനൈസേഴ്സ് ആര്? അവരെ 1-2 പേരെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പണം എങ്ങോട്ട് പോയി നമ്മൾ മനസ്സിലാക്കണം. അത് ദിവ്യ ഉണ്ണി എന്ന നടി അവർ 12,000-ഓളം ആൾക്കാരെ സംഘടിപ്പിച്ച് അവർ ഈവൻറ്റ് മാനേജ്മെൻറ്റ്, അവരുൾപ്പെടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചുമതലയുള്ള ജോർജ് വർഗീസ് എന്ന് പറഞ്ഞ ഒരാളൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സിജോയി വർഗീസ് എന്നാണ് അയാളുടെ പേര്. ജോർജ് വർഗീസ് അല്ല, സിജോയി വർഗീസ്. ഇവർ 2 പേരുമാണ് ഈ ഷോ നടത്തിയത്. എത്ര രൂപ അവരുടെ കയ്യിൽ വന്നു ചേർന്നു? ഗിന്നസ് ബുക്കിലെ 12,000 പേര് ഒന്നിച്ച് ഭരതനാട്യം കാണിച്ച് റെക്കോർഡ് സൃഷ്ടിക്കുന്നത് ആർക്കാണ് പ്രയോജനപ്പെടുന്നത്? അത് ഓർഗനൈസ് ചെയ്തത് ആര്? അവിടെ ഒരു മന്ത്രി വന്നിരിക്കുന്നു, അവിടെ ഒരു MLA ഉണ്ടായിരുന്നു, MLA ആ സ്റ്റേജിൽ താഴെ പോയി. അവിടെ ഒരു ADGP ഉണ്ടായിരുന്നു, അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു, GCDA ചെയർമാൻ ഉണ്ടായിരുന്നു. ഈ വ്യക്തികളെല്ലാം യഥേഷ്ടം അവിടെ വന്നിരുന്ന് ഇത് ആസ്വദിക്കാൻ വന്നു. അവർക്ക് എങ്ങനെയാണ് ഇൻവിറ്റേഷൻ കൊടുത്തത്? അവരൊക്കെ ഇതിൻ്റെ ഈ സെക്യൂരിറ്റി കാര്യം പരിശോധിച്ചിട്ടുണ്ടോ? അതിനാരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? സെക്യൂരിറ്റി ലാപ്സസ് അവിടെ ഉണ്ടായല്ലോ. അതുകൊണ്ട് ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞു. ഇതിനകത്ത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് മണിയുണ്ട്. അതുപോലെ കോർപ്പറേഷന് പണം കൊടുക്കാതെ നടത്തിയിട്ടുണ്ട്. അതിന് റെൻ്റ് അടച്ചിട്ടുണ്ടോ? അതിനകത്ത് പോലീസ് സെക്യൂരിറ്റിക്ക് എന്തൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതുപോലെ ഫയർഫോഴ്സിൻ്റെ അവിടെ ആരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു അപകടം ഉണ്ടായ ഏകദേശം ഫയർഫോഴ്സ് വാഹനം ആ സ്റ്റേഡിയത്തിനകത്ത് വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം ഇതിൻ്റെ പിന്നിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തു വന്നാലും ശരി, അവിടെ ഉമാ തോമസ് MLA അൺകോൺഷ്യസായി, അവർ ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. പക്ഷേ ഹെഡ് ഇഞ്ചുറി അവരുടെ ബ്രെയിനിലധികം അഫക്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അവരിപ്പം കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിക്കാൻ തുടങ്ങി എന്നുള്ള നല്ല വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അവരുടെ സൈനസിലെ മൂക്കിൻ്റെ ഭാഗത്ത് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അത് സമയമെടുക്കും. പക്ഷേ അവരുടെ ഹെഡ് ഇഞ്ചുറി നന്നായിട്ടുണ്ടായെങ്കിലും ബ്ലഡ് നന്നായിട്ട് പോയെങ്കിലും അവർ
ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവരിപ്പം പ്രതികരിക്കാൻ തുടങ്ങി. അവർ വെന്റിലേറ്ററിലാണ് എങ്കിലും ശ്വാസകോശത്തിൽ അവർക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടപ്പുണ്ട്. അത് മാറിക്കിട്ടണം. അതുകൊണ്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. സ്വതന്ത്രമായി ബ്രീത്ത് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് സാധിക്കുന്നുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിനെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഡോക്ടർമാരുടെ അമിതമായ അവരുടെ പരിചരണം കൊണ്ട് മാത്രമാണ് അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത തെളിഞ്ഞു വന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർമാരെ തീർച്ചയായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും അത് റിനി മെഡിസിറ്റി എന്നുള്ള അവിടുത്തെ ഡോക്ടർമാരെ ആ ഓരോ വിഭാഗക്കാരെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവർ കൃത്യമായി അവരുടെ ജോലിയും അവരുടെ പഠിപ്പ് അവർ ശരിക്കും ഇവിടെ വിനിയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിൽ അപകടം പറ്റിയ ഉമാ തോമസ് MLA തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവരെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം കാരണം അവർക്ക് സാധിക്കട്ടെ. MLA എന്നുള്ള രീതിയിൽ അവർ തീർച്ചയായിട്ടും ശോഭിക്കട്ടെ. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്നും നടന്നതെന്നും കുറേയൊക്കെ അവർക്ക് പറയാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു നിഗമനം.